സീതാങ്കുളി ടൗണിൽ സന്ധ്യ മയങ്ങിയാൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടമാണെന്ന് പരാതി. പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതിന് പിന്നാലെയാണ് ഈയൊരവസ്ഥ ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ പേരുകേട്ട പഴയകാല പട്ടണങ്ങളിലൊന്നാണ് സീതാങ്കുളി. ജനസ്ഥിരാകേന്ദ്രമായ ഇവിടെ അടുത്ത കാലം വരെ നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടന്നു വന്നത്. എന്നാൽ ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ പട്ടണം സകലമാന കൊള്ളരുതായ്മകളിലേക്കും നടന്നു നീങ്ങുകയായിരുന്നു. ഇപ്പോൾ സന്ധ്യ മയങ്ങിയാൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടമാണ് ഇവിടെയെന്നാണ് പൊതുവിലുള്ള പരാതി. മുമ്പ് കുമ്പളയിലുണ്ടായിരുന്ന ബെവറേജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യ വിൽപ്പനശാല ഇവിടേക്ക് മാറ്റിയതോടെയാണ് ഈ ഒരവസ്ഥയുണ്ടായതെന്നും നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയുമെല്ലാം അഭിപ്രായവും ആരോപണവും. സമാധാനത്തിലുണ്ടായിരുന്ന നാടിപ്പോൾ സംഘടനകളുടെ നാടായി മാറിയെന്നുള്ള ആക്ഷേപവും ശക്തമാണ്. കച്ചവടക്കാരുടെയും നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയുമെല്ലാം നിരന്തര പരിശ്രമ ഫലമായി മുൻ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ A. ശ്രീനിവാസ്, കുമ്പള CI പ്രേംസദൻ, വാർഡ് മെമ്പർ EK മുഹമ്മദ് കുഞ്ഞി എന്നിവർ പ്രത്യേക താൽപര്യമെടുത്താണ് സീതാങ്കുളിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത്. 3ഓളം പോലീസുകാരെയും ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിത് അടച്ചുപൂട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. കാസർഗോഡ്, ബദിയടുക്ക, പെർള, കുമ്പള എന്നീ 4 പട്ടണങ്ങളിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവല കൂടിയാണ് സീതാങ്കുളി. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത്. മദ്യപാനികളുടെ ശല്യം സഹിക്കവയ്യാതെ ഇത് ചോദ്യം ചെയ്യാനായി പ്രദേശവാസികൾ സംഘടിച്ച് രംഗത്തു വന്നാൽ വിഷയം പ്രശ്നങ്ങളിലേക്ക് കലാശിക്കാറുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ ഇവിടെ പോലീസ് ഹെഡ് പോസ്റ്റിൽ പോലീസുകാരില്ല. വളരെ ദയനീയമാണ് സീതാങ്കുളിയുടെ അവസ്ഥ. അറിയാമല്ലോ, കഴിഞ്ഞ ബീവറേജ് ഇവിടെ വന്നതിന് ശേഷം രാത്രികാലങ്ങളിൽ അഴിഞ്ഞാട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വഴി പോകുന്ന ജനങ്ങൾക്കടക്കം ബുദ്ധിമുട്ട് നേരിടുന്ന പല സന്ദർഭങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എയ്ഡ് പോസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള പരിഹാരം ഉണ്ടായിരുന്നു. പക്ഷേ എയ്ഡ് പോസ്റ്റ് ഇല്ലാതെ ഈ സമയത്ത് വളരെയധികം ഡേഞ്ചറാണ്. ഇവിടെ ജനങ്ങൾക്ക് ഇവിടെ സ്വൈര്യമായി വ്യാപാരം നടത്താനും അതുപോലെ തന്നെ യാത്ര ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് സീതാങ്കുളി. എയ്ഡ് പോസ്റ്റ് നാട്ടുകാരുടെ സഹകരണത്തോട് ഇവിടെ നിർമ്മിച്ചത് തന്നെ ഇവിടെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ 3-4ഓളം ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. അതൊക്കെ ഇന്ന് ഇല്ല. മാലിക്കനാർ കോളേജിൻ്റെ വക ഒരു 3 ക്യാമറ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ക്യാമറ, ഇതൊക്കെ നമുക്ക് നൽകിയിരുന്നു. അതൊന്നും ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. വളരെയധികം ദയനീയാവസ്ഥയാണ് സീതാങ്കുളിയെ സംബന്ധിച്ചിടത്തോളം. ഈ മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇത് സഹായമാവുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. എത്രയും വേഗത്തിൽ എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ച് ഈ ഒരവസ്ഥയ്ക്ക് അറുതി വരുത്തണമെന്നതാണ് ഇപ്പോൾ ഈ പട്ടണത്തെ ആശ്രയിക്കുന്നവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.